കോൺഗ്രസിനെ മുറുക്കി ആദായ നികുതി വകുപ്പിന്റെ നടപടി. കോൺഗ്രസിന് 1700 കോടിയുടെ പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പ് കൈമാറി. ആവശ്യമായ രേഖകൾ വയ്ക്കാതെയാണ് നോട്ടീസ് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ബാലു, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ ഹർജി തള്ളിയതിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കുകയാണോ, വേഗത്തിലാക്കുകയാണോ ആദായ നികുതി വകുപ്പ്? എന്താണ് പുതിയ നോട്ടീസിന്റെ വിശദാംശങ്ങൾ? പൂജ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതിനോടകം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന കോൺഗ്രസിന് കൂടുതൽ മുറുക്കുന്ന നടപടിയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2017-18 മുതൽ 2020-21 വരെയുള്ള 4 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഇന്നലെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന് 1700 കോടി രൂപയുടെ നോട്ടീസ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇത് ഈ പിഴ, അതായത് ഈ 2017 മുതൽ 2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും ഉൾപ്പെടെ അടങ്ങുന്നതാണ് ഭീമമായ ഈ തുക. ഈ അനുബന്ധ രേഖകളൊന്നും വയ്ക്കാതെയാണ് ഇന്നലെ തങ്ങൾക്ക് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 2014-15 മുതൽ 2016-17 വരെയുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ ഈ നികുതി പുനർനിർണയിക്കാൻ ഉള്ള നീക്കം ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജിയും ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ 3 സാമ്പത്തിക വർഷങ്ങളിലെ പുനർനിർണയത്തിനുള്ള കാലാവധി ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന വരുന്ന ഞായറാഴ്ച കഴിയുന്നതായിരിക്കും. അതായത് 3 ദിവസം കൂടി മാത്രമാണ് ഉള്ളത്. അതിനു മുമ്പ് ആ വർഷങ്ങളിലെ കൂടി പുനർനിർണയം നടത്തി പിഴയും പലിശയും അടക്കം മറ്റൊരു നോട്ടീസ് കൂടി കോൺഗ്രസിന് നൽകാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഫലത്തിൽ കോടികളാണ് ഈ നോട്ടീസുകളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പിന് കോൺഗ്രസ് നൽകേണ്ടി വരുന്നത്. അതല്ല എങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരേണ്ടി വരും. ഏതായാലും ഇതിനോടകം തന്നെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺഗ്രസിന് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ തുടർന്ന് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. നേതാക്കളുടെയൊക്കെ പ്രചരണം വെട്ടിച്ചുരുക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ 1700 കോടി രൂപയുടെ ആദ്യ നോട്ടീസ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് കൈമാറിയിരിക്കുന്നത്. പൂജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.